പെരുന്നാൾ ദിവസത്തിൽ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെയോ ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള പെരുന്നാൾ ആശംസാ പോസ്റ്ററുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ സ്റ്റാർട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഫ്രീ വേർഷൻ ആയതുകൊണ്ട് പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പരസ്യങ്ങൾ തീരുന്നതുവരെ കാത്തു വെക്കുക. ഇവിടെ തന്നെ നമുക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇതുപോലെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ 5 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഈദ് ആശംസകൾ നിർമ്മിക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇവിടെ അത് തിരഞ്ഞെടുത്തു. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരുപാട് ഫ്രെയിമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്ററുകൾ നിർമ്മിക്കാം. ഈ ലോക്കിൻ്റെ ചിഹ്നം കാണുന്നത് നമുക്ക് ഇതിലൂടെയും പോസ്റ്റർ നിർമ്മിക്കാം. പക്ഷേ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡുള്ള ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ അത് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു ലോക്കിൻ്റെ ചിഹ്നം കാണിക്കുന്നത്. നമുക്കിപ്പോൾ ലോക്ക് ഇല്ലാത്ത തന്നെ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഗാലറി സെലക്ട് ചെയ്തിട്ട് ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഗാലറി സെലക്ട് ചെയ്യാണ്. അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ. ഓക്കെ, നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ടിത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ള ഭാഗം മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡൺ കൊടുക്കാം. ഡൺ കൊടുത്ത ഉടനെ തന്നെ നമുക്കിതാ പോസ്റ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പോസ്റ്ററിൻ്റെ, അതായത് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഫോട്ടോ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ ടച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ സ്ക്രീൻ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകൾ ഈ ഒരു സൈഡിൽ തന്നെ കാണുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്തു. ഇതൊന്ന് സെലക്ട് ചെയ്തു. എല്ലാം നമുക്ക് ഇവിടെ ആ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ കൊണ്ടുവെക്കാൻ സാധിക്കും. ഓക്കെ, ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നല്ല നല്ല ഫ്രെയിമുകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാണ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. താഴെ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ ഇത് ഈ രൂപത്തിൽ നമുക്ക് കാണിക്കും. ഓക്കെ, അതിനുശേഷം വീണ്ടും താഴെ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരസ്യം കാണേണ്ടി വരും. ഓക്കെ, ഒരു 3-4 സെക്കൻഡ് മാത്രമേ ഈ പരസ്യം ഉണ്ടാകുകയുള്ളൂ. അത് തീരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയുള്ളൂ. പരസ്യം തീർന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇടതുവശത്ത് അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അത് ക്ലോസ് ആകും. ഇതുപോലെ കാണിക്കുമ്പോൾ ഇത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഗാലറിയിൽ സേവ് ആകും. ഇങ്ങനെയാണ് എല്ലാ ഫോട്ടോസും ഗാലറിയിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുക. ഗാലറി തുറന്നാൽ ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിൽ വേറൊരു രൂപത്തിലാണ് ഇത് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കുന്നത്. ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഇതിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമുകളാണ്. ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നല്ല നല്ല ഫ്രെയിമുകൾ ഇവിടെയും ഉണ്ട്. ഇതിലും നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. ഇവിടെയും ലോക്കിൻ്റെ ചിഹ്നമുണ്ട്. അതും നമുക്ക് 30-40 സെക്കൻഡുള്ള ഒരു വീഡിയോ കണ്ടാൽ മാത്രമേ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, ഞാനിപ്പോൾ ഗാലറി തിരഞ്ഞെടുത്തിട്ട് ഈ ഒരു ഫ്രെയിം ഇവിടെ ആഡ് ചെയ്ത് നോക്കുകയാണ്. ഗാലറിയിൽ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്നും നേരത്തെ കാണിച്ച അതേ ഫോട്ടോ തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ കാണിക്കും, നേരത്തെ പോലെ തന്നെ. ഓക്കെ, അത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, നേരത്തെ അങ്ങനെയല്ലല്ലോ കാണിച്ചത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ ആ ഒരു ഫോട്ടോ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് തരും. കൃത്യമായിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് ഡണ്ണ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഫോട്ടോ ആഡ് ആകുകയുള്ളൂ. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫോട്ടോ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ ഇതിൽ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിലും ഒരുപാട് ഓപ്ഷൻസ്, ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രെയിമുകൾ ഈ സൈഡിൽ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആവശ്യമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്താൽ ഇതുപോലെ ആഡ് ആയിട്ട് വരും. അതിനുശേഷം വീണ്ടും ഇവിടെ
താഴെ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരു പരസ്യം കാണേണ്ടി വരും. ഈ പരസ്യം ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. ഒരു 3-4 സെക്കൻഡുകൾ മാത്രമേ ഈ ഒരു പരസ്യം നിലനിൽക്കുകയുള്ളൂ. കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. പരസ്യം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. ഇവിടെ ഇടതുവശത്ത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്യുക, വീണ്ടും ക്ലോസ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ക്ലോസ് ചെയ്യുക, വീണ്ടും സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിമും അതായത് ഈ ഒരു ഫോട്ടോവും നമുക്ക് ഗാലറിയിൽ ലഭിക്കും. ഓക്കെ, ഗാലറി തുറന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഈദ് മുബാറക്കിൻ്റെ ആശംസാ പോസ്റ്റർ ഇവിടെ ലഭ്യമായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ ബന്ധുക്കളുടെ ആരുടെയും ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഈദ് ആശംസാ പോസ്റ്ററുകൾ ഇതിലൂടെ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും FTM ക്രിയേഷൻ്റെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.